അസ്സലാമു അലൈക്കും. നമ്മളിപ്പോൾ ഈ ലോകത്തിൽ എന്താ സംഭവിക്കുന്നതൊക്കെ നമ്മളൊക്കെ കാണുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് നമ്മൾ കാണുന്നുണ്ട്. എല്ലായിടത്തും പ്രശ്നമാണ്. ദ വേൾഡ് ഈസ് ഇൻ എ കംപ്ലീറ്റ് മെസ് റൈറ്റ് നൗ. ആൻഡ് ഇതിൽ നിന്നൊക്കെ ഇടയിലും ദർ ഇസ് സംതിങ് ദാറ്റ് ഐ റിയലൈസ്ഡ്, ദാറ്റ് ഐ അണ്ടർസ്റ്റുഡ്, ദാറ്റ് ഐ വോണ്ട് ടു ഷെയർ വിത്ത് എവ്രി വൺ. അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു വീഡിയോയിൽ വരുന്നത്. ഇതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായൊരു കാര്യമാണ്, നത്തിങ് ഇസ് ഇൻ ആർ കൺട്രോൾ. ഒന്നും നമ്മളുടെ കൺട്രോളിലല്ല. ചിലപ്പോൾ ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടായിരിക്കും അല്ല നമുക്ക് ഇതിലൊക്കെ കടന്നു പോകാൻ നമ്മൾ ഇതിലൊക്കെ കാണിച്ചിരുന്നത്. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. ലിറ്ററലി നത്തിങ് ഇസ് ഇൻ ആർ കൺട്രോൾ. നമുക്കിപ്പോൾ ഉള്ള എൻ്റെ ഈ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്കുള്ള ജോലി ആയിക്കോട്ടെ, നമ്മളെ കുടുംബക്കാരായിക്കോട്ടെ, നാളെ ഈ ജോലി ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇവിടെ അടിച്ചു പൂട്ടി പോകുമെന്ന് എനിക്കറിയില്ല. നാളെ എൻ്റെ കുടുംബക്കാരുണ്ടാവില്ലയോ എന്ന് എനിക്കറിയില്ല. നമുക്ക് ഈ ഉള്ള എല്ലാ റിസ്ക്കും, എവ്രിതിങ് ഇസ് ടെമ്പററി. ലിറ്ററലി എവ്രിതിങ് ഇസ് ടെമ്പററി അല്ലേ? ഒന്നും നമ്മളെ കയ്യിൽ നാളെ ഉണ്ടാവുമെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റാത്തൊരു ഭയങ്കര അൺസർട്ടനിറ്റി ഉള്ളൊരു ഫേസിലായിരിക്കും, ടൈം ലൈനിൽ നമ്മൾ കടന്നു പോകുന്നത്. നാളെ ഇനി അടുത്ത് എവിടെ ബോംബ് വീഴും, നമ്മൾ അതിലുണ്ടാവും ഇല്ലയോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിലൊക്കെ സേർട്ടേൺ ആയിട്ടുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മളെ റബ്ബും നമ്മളെ ദീനും. കാരണം വേറെ ഒന്നും നമുക്ക് ഒരു ഹോപ്പ്ഫുൾ ആയിട്ട് ഇപ്പം ഈ ഒരു സമയത്ത് ഇസ് നത്തിങ് ഹോപ്പ്ഫുൾ. നമ്മളിനി എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ മാർക്കിൽ എത്തിപ്പോവാണ് നമ്മൾ. ഞാൻ ഈ കഷ്ടപ്പെടുന്നൊക്കെ നാളെ ഈ ദുനിയാവ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലൊരു ചോദ്യത്തിന് നമ്മൾ എത്തുമ്പോൾ അതിനുള്ള ഉത്തരമാണ് നമ്മളെ റബ്ബും നമ്മൾ ദീനും. ബിക്കോസ് നമ്മളോട് റബ്ബ് പറഞ്ഞിട്ടുണ്ട് ഈ ദുനിയാവിൽ എവറിത്തിങ് ഇസ് ടെമ്പററി. ആൻഡ് നമ്മളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വി ഷുഡ് ലിവ് ലൈക്ക് ട്രാവലേഴ്സ് ഹിയർ. നമ്മൾ വന്നു പോകുന്നൊരു ട്രാവലർ എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കണം. എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇപ്പം എനിക്ക് ഐ എം ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദാറ്റ് മീൻസ് റൈറ്റ് നൗ. ദാറ്റ് മേക്സ് മോർ സെൻസ് ടു മീ റൈറ്റ് നൗ. ഇറ്റ്സ് ട്രൈങ് ടു മേക്ക് മീ മോർ ഹംബിൾ. അതായത് നമ്മൾ ഈഗോവും നമ്മളെന്തോ വലിയ സംഭവമാണെന്നുള്ളത് നമ്മളൊന്നുമല്ല, നമുക്ക് കാണിച്ചതാണ്. നമ്മൾ ഈ ഒരാവശ്യമില്ലാണ്ട് ഉള്ളിൽ വെക്കുന്ന ദേഷ്യം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന അടി, എന്തിനു വേണ്ടിയിട്ട്, ആർക്ക് വേണ്ടിയിട്ട്, ഇതൊന്നും നാളെ നമ്മൾ ഖബറിലേക്ക് പോകുമ്പോൾ ഇതൊന്നും നമ്മളെ കൂടെ ഉണ്ടാവാൻ പോകുന്നില്ല. ആൻഡ് ടു ആക്ച്വലി സിറ്റ് ആൻഡ് തിങ്ക്, ഇറ്റ്സ് സ്കേറി. ഇറ്റ് ഈസ് റിയലി സ്കേറി. ബിക്കോസ് ഇപ്പം ഇങ്ങനെ ആലോചിക്കുമ്പം ഐ ഫീൽ ലൈക്ക് ഞാൻ ദുനിയാവിന് വേണ്ടിയിട്ട് കുറേ ചെയ്തു, എൻ്റെ ആഖിറത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു അത്ര നമ്മൾ ആലോചിക്കണം. നമ്മൾ ആലോചിച്ച് പോവാണ് ഇപ്പം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ. കാരണം ഞാൻ പറഞ്ഞില്ല, അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഉണ്ടെന്ന് വിചാരിക്കുന്ന ഒന്നും ശരിക്കും നമ്മളെ കയ്യിലില്ല. അതൊക്കെ പഠിച്ച റബ്ബിൻ്റെ റഹ്മത്ത് കൊണ്ട് നമുക്കിപ്പം നമ്മളുടെ കയ്യിലുണ്ട്. ഇനി എത്ര കാലം നിന്ന് പോവും, നാളെ മറ്റന്നാൾ ഒറ്റയടിക്ക് ഇല്ലാണ്ടാവും, നമുക്ക് പറയാൻ പോലും പറ്റൂല. ആൻഡ് ഐ വോണ്ട് ടു സേ ദാറ്റ് വി ഷുഡ് ബി കൈൻഡ് ടു പീപ്പിൾ. ദിസ് ലോട്ട് ഓഫ് ഹേറ്റഡ്, ഒരുപാട് ഹേറ്റഡും കാര്യങ്ങളും. ബട്ട് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ആ ഹേറ്റഡ് നമ്മൾ ഈ കാണുന്ന സോഷ്യൽ മീഡിയയിലും ഈ മേലെ നിൽക്കുന്ന ആൾക്കാരുടെ ഇടയിൽ മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോഴത്തെ സാധാരണക്കാരുടെ ഇടയിൽ അങ്ങനെ ഒന്നും ഇല്ല. കാരണം ഞാൻ ഒരു എക്സാമ്പിൾ തന്നെ പറയാം. ഇപ്പം എൻ്റെ കോളേജിൽ, ഞാൻ പഠിക്കുന്ന കോളേജിൽ തന്നെ ഇവിടെ രാത്രി എല്ലാ ദിവസവും തറാവി നിസ്കാരം ഉണ്ടാവും. ആ തറാവി നിസ്കരിക്കാൻ വരുന്ന പ്രെയർ റൂമിൽ ഉണ്ടാവുന്ന ആൾക്കാർ പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണ്. സിറിയയിൽ നിന്നും, ലെബനനിൽ നിന്നും, സുഡാനിൽ നിന്നും, ഖത്തറിൽ നിന്നും, ഈജിപ്തിൽ നിന്നും, UAE നിന്നും, ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, എല്ലാ രാജ്യക്കാരും ഉള്ള മുസ്ലിംസ് ആ പ്രെയർ റൂമിൽ വന്ന് നിസ്കരിക്കുന്നുണ്ട്. ആൻഡ് നമ്മളൊക്കെ ആസ് ഹ്യൂമൻസ് നമ്മൾ ആകെ ചെയ്യുന്നത് എന്താ, നമ്മളെല്ലാവരും കൂടി മുട്ടുകുത്തി സുജൂദയാണ് പഠിച്ച റബ്ബിൻ്റെ മുമ്പിൽ. അവിടെ ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ. അവിടെ ഒന്നും, നത്തിങ് മാറ്റേഴ്സ്, ലിറ്ററലി നത്തിങ് മാറ്റേഴ്സ്. അവിടെ എല്ലാവരും നോമ്പിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ഈ റമദാൻ്റെ സമയത്ത്, തറാവീൻ്റെ സമയത്ത് ദ ഓൺലി തിങ് ദാറ്റ് മാറ്റേഴ്സ് ഇസ് പഠിച്ച റബ്ബിനെ നമുക്ക് എങ്ങനെ പ്ലീസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റബ്ബിനോട് നമുക്ക് എത്ര ഇസ്തിഗ്ഫാർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റ് മാത്രമേ അവിടെ ഉള്ളൂ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ അതേ ഉള്ളൂ. നമ്മളെ സക്സസ് എന്ന് പറയുന്നത് അത് മാത്രമാണ്, വേറെ ഒന്നുമല്ല. വേറെ നമ്മൾ ഈ സക്സസ് എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങൾ ഇസ് ഓൾ ടെമ്പററി. നമ്മളെ കൂടെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ആൻഡ് ഐ എം സ്റ്റാർട്ടിങ് ടു റിയലൈസ് ദാറ്റ് റൈറ്റ് നൗ. നമുക്ക് ഈ തരുന്ന റിസ്ക് ഒക്കെ നമുക്ക് വേണ്ടി മാത്രമല്ല, അത് ബാക്കിയുള്ളവർക്കും കൂടി കൊടുക്കാനുള്ളതാണ്. ഇപ്പം ഈ പൈസക്കാരാവുന്നത് അത് അവരെ സ്വന്തം അവർക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, അത് പൈസ ഇല്ലാത്തവർക്ക് കൊടുക്കാനുള്ളതാണ്. ഇപ്പം നമുക്കൊരു ആരോഗ്യം ഉണ്ടെങ്കിൽ അത് ആരോഗ്യം ഇല്ലാത്തവരെ സഹായിക്കാനാണ്. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് only this matters. നമ്മളെ കൊണ്ട് നമ്മളെ ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മളെ ഉമ്മത്തിന് എത്ര നമുക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ടോ, നമുക്ക് എത്രത്തോളം അള്ളാഹിനെ പ്ലീസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, only that matters right now. ഞാനിത് പറയാൻ ആരുമല്ല, സത്യം പറഞ്ഞാൽ എനിക്കിത് പറയാൻ ഉള്ള റൈറ്റ്സ് ഉണ്ടോയെന്ന് കൂടി അറിയില്ല. ബട്ട് ഐ വോണ്ട് ടു സേ ദാറ്റ് ഈ സമയം ഇസ് ദ ബെസ്റ്റ് ടൈം ഫോർ us to really realize and rethink and question what we are doing. നമ്മളെ ദീനിൽ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സമയമാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊന്നും ആലോചിച്ചു, നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, നമ്മൾ ഈ ഉള്ളിൽ വെക്കുന്ന ഈ സങ്കടവും ദേഷ്യമൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മൾ ബാക്കിയുള്ളവർ കുറ്റം പറയാൻ പോകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ആ സ്ഥാനത്ത് നമ്മളെന്താണ്, നമ്മളുടെ ഉള്ളിൽ, നമ്മളെ മനസ്സിൽ, നമ്മളെ ഉള്ളിലുള്ള നന്മ എത്രത്തോളം ഉണ്ട്, കച്ചറ എത്രത്തോളം ഉണ്ട്, നമ്മളത് റിഫ്ലക്റ്റ് ചെയ്യാണ്ട് സമയമായി കഴിഞ്ഞ്. ഇപ്പം നോമ്പിൻ്റെ ലാസ്റ്റ് 10 ദിവസം വരെയാണ്. ഐ ജസ്റ്റ് വോണ്ട് ടു ടെൽ ദാറ്റ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ ലാസ്റ്റത്തെ 10 ദിവസം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നമ്മൾ ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുക. ബിക്കോസ് ദുആൻ്റെ
അതിനെക്കാട്ടി വലിയ മിറക്കിൾ ഇനിയൊന്നും ഇല്ല. ആൻഡ് ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് ഇസ് എ വെരി ബിഗ് മിറക്കിൾ. ഈ ലോകം ശരിയാവാൻ വേണ്ടി, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഉള്ള സിറ്റുവേഷൻ മാറാൻ വേണ്ടിയിട്ട് വി നീഡ് സംതിങ് മിറാക്യുലസ് ടു ഹാപ്പൻ. നമ്മളിവിടെ നാളെ ജീവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയില്ല. അതുകൊണ്ട് നമുക്ക് മാക്സിമം ഈ ദുനിയാവ് ഒന്നും അല്ല നമുക്ക് ആൻസറാണ്. നാളെ ആഖിറത്ത് പോകേണ്ട നമ്മൾ ഇനി എന്ത് ചെയ്യണം എന്ന് നമുക്ക് ആൻസറാണ്. നമ്മൾ എന്തിൽ ഫോക്കസ് ചെയ്യണം എന്ന് നമുക്ക് ആൻസറാണ്. ഈ ദുനിയാവിൽ നടക്കുന്ന ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നതും അതാണ് അവരുദ്ദേശം. അവരുദ്ദേശം നമ്മൾ ഡിസ്റ്റർബ് ചെയ്ത് നമ്മൾ ഭയങ്കര ഹോപ്പ്ലെസ് ഫീൽ ചെയ്യാൻ പക്ഷെ അവരുദ്ദേശം അതാണ്. പക്ഷെ നമുക്കറിയാം വി ഷുഡ് നോട്ട് ഫീൽ ഹോപ്പ്ലെസ്. നമുക്ക് ഈ ദുനിയാവ് പിടിച്ചു നിൽക്കാതെ ആഖിറത്തിന് പിടിച്ചു നിൽക്കണം എന്നുള്ളൊരു മെസ്സേജും കാര്യങ്ങളൊക്കെ അല്ല നമുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ടു ഫോക്കസ് ഓൺ ടു ദാറ്റ് നൗ. ഇറ്റ്സ് ഹൈ ടൈം. നമ്മൾ ഒരുപാട് നാൾ ഖുറാനും കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിക്കാൻ മാറ്റി വെച്ചു. പക്ഷേ അറ്റ് ദിസ് പോയിന്റ് ഐ ഫീൽ ദാറ്റ് ഇറ്റ്സ് ദ ടൈം ദാറ്റ് യു ഹാവ് ടു സ്റ്റാർട്ട് ലേണിംഗ്. എന്താണ് നമുക്ക് പറഞ്ഞു തന്ന വചനങ്ങൾ എന്താണ്, വാക്കുകൾ എന്താണ്, അല്ല എന്താണ് പറയുക. ബിക്കോസ് അതിൽ പറഞ്ഞ ഓരോ കാര്യങ്ങളും ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഖുറാനിൽ അല്ല പറഞ്ഞ കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് എന്ത് ചെയ്യണം, നമ്മളത് എങ്ങനെ നിൽക്കണം, നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് പോലും ഖുറാനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഹൗ ഡു യു തിങ്ക് ദാറ്റ് നമ്മളിത് ഒന്നും മനസ്സിലാക്കാതെ അറിയാതെ ഇങ്ങനെ നിൽക്കണം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പ്രശ്നമാണ്. വി ആർ നോട്ട് ലേണിംഗ് ഓർ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് വി ഹാവ് ടു ഡു. കാരണം ഒരു പേർപ്പസ് ഇല്ലാത്ത പോലെ പോയിക്കൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ. ബട്ട് നമ്മൾ പേർപ്പസ് ഇസ് ആഹിറ, ഓണസ്റ്റ്ലി അല്ലേ? അതാണ് നമ്മളോട് ആദ്യം മുതലേ അള്ളാഹ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇറ്റ് മേക്സ് മോർ സെൻസ് ടു മീ റൈറ്റ് നൗ. ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ ഒരു അർത്ഥം എന്താണ്, ഡെപ്ത് എന്താണെന്ന് മനസ്സിലായി തുടങ്ങിയത് ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ. ഇപ്പം ഒരു സ്കൂളിൽ ബോംബിടുക, ആ കുട്ടികളൊക്കെ എന്ത് ചെയ്തിട്ടാണ്? ഒരു അടുത്ത നിമിഷത്തേക്ക് കഴിക്കാനുള്ള ഫുഡില്ല, കുടിക്കാൻ വെള്ളമില്ല, എന്തെങ്കിലും ആയാൽ തന്നെ അത് ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇല്ലാതായി പോവാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളെ പ്രശ്നങ്ങളൊന്നും ഒന്നും അല്ലാതായി പോവാണല്ലേ. നമ്മൾ ഈ ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യപ്പെടുന്നതും ഇറിറ്റേറ്റഡ് ആവുന്നതും ഒക്കെ ഒന്നും അല്ലാതായി പോവാണ്. നമ്മൾ ഈഗോ ഒന്നും അല്ലാതായി പോവാണ് ഇതിൻ്റെ ഒക്കെ മുന്നിൽ. സോ വി ഷുഡ് ആക്ച്വലി സ്റ്റാർട്ട് തിങ്കിങ് നമ്മളെ പേർപ്പസ് എന്താണ്, നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ടെമ്പററി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ ഇങ്ങനെ എഫേർട്ട് ഇട്ട് കഷ്ടപ്പെട്ട് പിന്നാലെ ഓടുന്നത്? വി ഷുഡ് റിയലി റീതിങ്ക് അബൌട്ട് ഇറ്റ്. ഐ എം നോട്ട് സെയിങ് ദാറ്റ് നമ്മൾ ഇത്രനാളും ചെയ്തത് തെറ്റാണെന്നല്ല ഇവിടെ പറയാൻ വരുന്നത്. ബട്ട് പറഞ്ഞല്ലോ, നമ്മൾ ഈ അൺസർട്ടനിറ്റി ഫീൽ ചെയ്യുമ്പോൾ പേർപ്പസ് ഇല്ലാതായി പോവാണ്. പേർപ്പസ് ഇല്ലാതായി പോകുന്നത് ബിക്കോസ് നമ്മൾ ദുനിയാവിൽ അത്ര അറ്റാച്ച് ആയി നിന്നുകൊണ്ടാണ് നമുക്ക് ഈ ദുനിയാവ് ഇല്ലാതായി പോകുമ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ആലോചിച്ച് പോകുന്നത് അല്ലേ. പക്ഷെ മറിച്ച് നമ്മൾ ആഖിറത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതാണ് നമ്മൾ പേർപ്പസ് ആക്കിയിരുന്നെങ്കിൽ ഇതൊക്കെ നടക്കുമ്പോൾ നമ്മൾ തകർന്നു പോവില്ല, അല്ലെങ്കിൽ നമ്മൾ അൺസർട്ടനിറ്റി കൊണ്ട് പേടിച്ചു പോവില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഡോണ്ട് യു തിങ്ക് ദാറ്റ് വി ഷുഡ് ആക്ച്വലി റീതിങ്ക് that ഇത്രയും നാൾ we were holding on to dunya and now Allah is giving us a chance to understand and realize that നമ്മൾ ഈ ദുനിയാവിൻ്റെ കാര്യങ്ങൾ വിട്ട് ആഖിറത്തിന് വേണ്ടിയിട്ട് നമ്മളിനി ഹോൾഡ് ഓൺ ചെയ്യണ്ടേ എന്നുള്ള പറയാൻ വേണ്ടിയിട്ടായിരിക്കില്ല റബ്ബ് നമുക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ തരുന്നതെന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് we can only be humble. അള്ളാൻ്റെ റഹ്മ സ്നേഹം കൊണ്ട് നമ്മളിങ്ങനെ പോവാണ്. അതേപോലെ നമ്മൾ ആരാണ് പറയാൻ, അതായത് നിനക്ക് ജീവിക്കാനുള്ള റൈറ്റ് ഇല്ല എന്ന് നമ്മൾ ആരാ പറയാൻ, അല്ലെങ്കിൽ നീ എന്നേക്കാൾ ചെറുതാന്ന് പറയാൻ നമ്മൾ ഒന്നുമല്ല. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം സഹായിക്കുക, കൈൻഡ് ആവാ, നല്ല വാക്കുകൾ പറയുക. നമ്മൾ വീട്ടിലായിക്കോട്ടെ പുറത്തായിക്കോട്ടെ നമ്മൾ ഉമ്മാനോട് ഉപ്പാനോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുക. നമ്മളുടെ ഉപ്പ കുട്ടികളോട് നല്ല രീതിയിൽ മേഴ്സിഫുൾ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ സൊസൈറ്റിയിൽ നമുക്ക് സഹായിക്കാൻ പറ്റുന്ന രീതിയിൽ, ബിക്കോസ് നമുക്ക് നമ്മളൊരു ചിന്ത ഉണ്ട്, നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റുന്ന